അവരവിടെ നിന്ന് ഇറക്കി വിടണമെന്നോ ചോദിച്ചല്ലോ. അപ്പോൾ അതിനൊരു കാര്യമുള്ളതേ, നമ്മുടെ ഭൂമിയിൽ ആരെങ്കിലും അന്യാധീനമായി ഒരു കാലഘട്ടത്തിൽ കയ്യേറി ഒരാൾ കൈയടക്കി അവിടെ വീട് വെച്ചു താമസിക്കുകയാണ്. താമസിക്കുന്ന സമയത്ത് പിന്നീടുള്ള ഘട്ടത്തിൽ നമ്മൾ ഈ രാജ്യത്തെ നിയമവും നടപടികളൊക്കെ ഉണ്ടല്ലോ, ആ കയ്യേറ്റക്കാരെ ഒഴിവാക്കാൻ നമ്മൾ കോടതിയിൽ പോയി എൻ്റെ പ്രാമാണികമായ നിലക്ക് അതിനെ ചോദ്യം ചെയ്ത് ആ ഭൂമി എൻ്റേതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം സ്വാഭാവികമായി നിയമ നടപടിക്ക് വിധേയനാവേണ്ടി വരില്ലേ, ഇറങ്ങിപ്പോകേണ്ടി വരില്ലേ. ഞാൻ കാശ് കൊടുത്തതാണ്, ഞാനവിടെ താമസിച്ച ആളാണ് എന്ന് പറഞ്ഞ നടപടിയാവില്ല. ഇത് ആ നിലക്ക് ആണ് ഈ വിഷയങ്ങളെല്ലാം. ഇവിടെ ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ഒരു നിയമവ്യവസ്ഥതയുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി രജീവ് ആദ്യം സൂചിപ്പിച്ചൊരു കാര്യം ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇപ്പോൾ മരടിലുണ്ടായ സംഭവം തന്നെയായിരുന്നില്ലേ, ഞാൻ ഭൂമി കൊടുത്ത് കാശ് കൊടുത്ത് റിസോർട്ട് വാങ്ങിയതാണ്, ഞാനവിടെ താമസിച്ച ആളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ നിയമമുണ്ട്, ഞങ്ങൾ പറയുന്നത് നിയമമാണ്. നമ്മൾ നിയമമാണ് ഇവിടെ നമ്മളിപ്പോൾ ഒരു പക്ഷത്ത് നിൽക്കുകയല്ല വേണ്ടേ. ഇവിടെ നിയമമുണ്ട്, ആ നിയമവാഴ്ച നടപ്പാവണം. ഇവിടെ എല്ലാവർക്കും ഒരു നിയമമുണ്ട്, ഇസ്ലാമിക നിയമമുണ്ട്, ക്രിസ്ത്യൻ നിയമമുണ്ട്, ഹിന്ദു നിയമപ്രകാരമുണ്ട്. ഇതൊക്കെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന അതിന് നിലനിൽക്കുന്ന ആ നിയമപരമായ നടപടിക്രമങ്ങളോട് ഇവിടുത്തെ നിയമവ്യവസ്ഥ നിലനിന്ന് ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാവാത്ത നിലയ്ക്ക് ഈ പ്രശ്നം പരിഹരിക്കണം. ഈ ലോക്സഭയിലും ഈ പ്രമേയത്തിനെതിരെ അല്ലെങ്കിൽ ഈ നിയമഭേദഗതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന് നേതാവ് സതീശിനെതിരാണ് താങ്കൾ പോലും ഒരു ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹം RSSന്റെ ശബ്ദമാണ്, കാസിയുടെ തീവ്ര ക്രൈസ്തവ നിലപാട് സ്വീകരിക്കുന്ന കാസിയുടെ ശബ്ദമാണ്. അതെന്തടിസ്ഥാനത്തിലാണ്? പറയാം. ഇന്ത്യയിൽ കോൺഗ്രസ് ഒരു മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടിയാണെന്നാണല്ലോ നമ്മുടെ എല്ലാവരുടെയും, സതീശിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന എല്ലാവിധത്തിലുള്ള ജനാധിപത്യ ധ്വംസനങ്ങളുടെയും അടിവേരിലേക്ക് ചെന്നാൽ അതിനൊക്കെ വളം വെച്ചത് കോൺഗ്രസ്സാണ്. RSS പ്രവർത്തിക്കുന്നത് RSSകാരന് BJP ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. RSSന് കോൺഗ്രസ് ആയാലും മതി. RSSന്റെ ആഗ്രഹം നടന്നാൽ മതി. നരസിംഹറാവു RSSകാരനായിരുന്നില്ല, ആയിരുന്നോ? അല്ല. RSSകാരനല്ലാത്ത നരസിംഹറാവു ഇരിക്കുമ്പോഴാണ് ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടത്. അതേസമയം വാജ്പേയി ഇരുന്നപ്പോൾ പൊളിച്ചില്ല. വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നല്ലോ, ബാബരി മസ്ജിദ് പൊളിച്ചില്ല. RSSകാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞ സന്ദീപ് വാര്യരെ പോലെയാണ് കോൺഗ്രസിനകത്ത് കയറി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സതീശൻ്റെ മനസ്സും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സതീശും RSS അവൻ്റെ മനസ്സ്, സതീശൻ്റെ മനസ്സ് RSS വൽക്കരിക്കപ്പെട്ടാൽ മതി. RSSന് RSS ഡയറക്ടർ ശാഖയിൽ പോയി RSS ആവണമെന്നില്ല, RSSൻ്റെ താല്പര്യം സംരക്ഷിച്ചാൽ മതി. ഇത് തന്നെയാണ് റാവു സംരക്ഷിച്ചത്. രാജീവ് ഗാന്ധി പൂട്ടിയിരുന്ന പള്ളിയെ തുറന്നു കൊടുത്തു, ശിലാന്യാസത്തിനും ശിലാപൂജയ്ക്കും അവസരം കൊടുത്തു. RSSൻ്റെ താല്പര്യം അവിടെ സംരക്ഷിക്കപ്പെട്ടു. ഡയറക്ടർ RSS ആവണ്ട. ഇപ്പം സെൻകുമാർ കേരളത്തിൻ്റെ DGP ആയിരുന്നു. സെൻകുമാർ പക്ക RSS ആയില്ലേ? എന്താ കാര്യം? RSSൻ്റെ സമ്പർക്ക പ്രമുഖിൻ്റെ നിത്യമായ സമ്പർക്കത്തിൽ ജീവിച്ച ഒരാളായിരുന്നു സെൻകുമാർ. കേരളത്തിൻ്റെ നിയമവാഴ്ചയെ പരിരക്ഷിക്കാൻ നിലനിരുന്ന സെൻകുമാർ ഡയറക്ടർ RSSകാരനായില്ലേ? ഇതേപോലെ ഇപ്പോൾ IAS IPS ഓഫീസർമാർ ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി തുടങ്ങില്ലേ? RSSൻ്റെ ലക്ഷ്യം നേടാൻ BJP ആവണമെന്നില്ല. ഏത് ഒരേ സമയത്ത് രണ്ട് കാര്യം നടത്താനാ പറ്റിക്കില്ല പണി. ഇതിന് നമുക്കൊരു മാതൃകയുണ്ട്. അതായത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ മരട് ഫ്ലാറ്റ് വിവാദം അറിയാമല്ലോ. അവിടെ എത്ര കുടുംബങ്ങളാണ് അവിടെ സ്വന്തമായി വീടില്ലാത്തവർ ഒക്കെ അവർ വില കൊടുത്ത് വാങ്ങിയ കെട്ടിടങ്ങളായിരുന്നു. പക്ഷെ അതൊരു ജുഡീഷ്യൽ റിവ്യൂവിൽ അതൊരു തെറ്റായ ഒരു സ്ഥലത്ത്, അതായത് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുസരിക്കുന്ന ആ രീതിയിലല്ല അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അവിടെ താമസിക്കുന്നവരുടെ കുറ്റമല്ല, അത് നിർമ്മിച്ചവരുടെ കുറ്റമായിരുന്നു. അതിൻ്റെ പേരിൽ ജസ്റ്റിസ് അരുൺ മിശ്ര ആ ഓർഡർ ഇട്ട്, സുപ്രീം കോടതി ഓർഡർ ഇട്ട് അത് അത് ഡെമോളിഷ് ചെയ്ത് കംപ്ലീറ്റ് അവിടെ നിന്ന് ഒഴിവാക്കുക ചെയ്തത്.
നോക്കൂ, അത്തരത്തിൽ തന്നെ ഒരു ജുഡീഷ്യൽ പ്രക്രിയയിൽ ഇന്ത്യയിൽ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു വഖഫ് ഭൂമിയിൽ ആ വഖഫ് ഭൂമി കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് കൃത്യമായ രീതിയിൽ കൂടി നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ ഒരു തെറ്റായ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജുഡീഷ്യൽ സർക്കാർ ആ കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടി വരും. നമ്മുടെ മുമ്പിൽ മാതൃകയുണ്ട്. എത്രയോ കുടുംബങ്ങളായിരുന്നു മരട് ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത്. അവർ വാങ്ങിച്ചതാണ്. അവർക്ക് ഇതിൻ്റെ രേഖകളൊന്നും വളരെ കൃത്യമായ രീതിയിൽ കൂടി മനസ്സിലാക്കുകയോ മറ്റൊന്നും ചെയ്യാതെ ഇരുന്നതാണ്. പക്ഷെ അത് അവിടെ കോടതി അത്തരത്തിലൊരു നിലപാടെടുത്തു.